ഒരു കാര്യമാണ് ചെയ്യാൻ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അത് പറയും. മറ്റൊരാളുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ത്രൂ ഫ്രണ്ട്ഷിപ്പ് മീ ഗീവിങ് ഗ്ലോറി ആൻഡ് ഓണർ ടു ദൈവമായിട്ടുള്ള വർഷിപ്പ്. അന്നേരമാണ് ഞങ്ങളുടെ കൂടി ജോലി ചെയ്യുന്ന ആ വ്യക്തി, ആ പുള്ളിയുടെ ത്രൂ വെജിറ്റേറിയൻസ് ഈ ഗീവ് വർഷിപ്പ് ടു ഗ്ലോറി എന്ന് പറയുന്ന പോലെ ത്രൂ മൈ സെപ്പറേഷൻ, ത്രൂ മൈ ഫെലോഷിപ്പ് വിത്ത് another person, I am giving glory to എന്ന് ആ ആൾക്കറിയണം ഞാൻ ആരാണ് എന്നറിയണം, എന്നിലുള്ള ലൈറ്റ്. ഇപ്പം ഇങ്ങനെയുള്ള സമയത്താണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഈ മരണസമയത്ത് വാവിട്ട് കരയില്ലെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളുടെ കഷ്ടതയിലും നമ്മളുടെ എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് മതിയായ ഒരു യേശു ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധം നമ്മളിൽ വേണം. ആ വരുമ്പോഴാണ് നമ്മൾ ഈ വാവിട്ട് കരയാതെ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ഹോപ്പുണ്ട്. മനസ്സിലായി? ആ ഹോപ്പ് ഇല്ലാത്ത ജാതികളെ പോലെ നമ്മൾ കരയരുത്. അപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു ഞങ്ങളുടെ ഭാഷകൾ ഒരു ദിവസം ഒരു ആൾക്ക് ഒത്തിരി പേരും മരിച്ചു പോയ സമയത്തും ആ ദേവദാസൻ ഒരു പാട്ട് പാടി, ഈ ഒരു പാട്ടിലൂടെ പാടിയെന്നൊക്കെയുള്ള ഒരു സാക്ഷ്യം ഞങ്ങളുടെ ഭാഷകളിൽ പറയുന്നുണ്ട്. അപ്പം അത്രയും ഒരു ഡെഡിക്കേഷൻ, ലൈക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചു കിടക്കുക ത്രൂ, ലൈക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഭാര്യയും മക്കളും എല്ലാം മരിച്ചു കിടക്കും. ആ സമയത്തും ദൈവത്തെ നമ്മൾ കരഞ്ഞ് ഹോപ്പില്ലാത്ത ആൾക്കാരെ പോലെ അലറി വിളിക്കാതെ, അലറി വിളിച്ച് കരഞ്ഞ് ഇതാക്കാതെ നമ്മളൊരു പാട്ടോടുകൂടി നമ്മൾ സ്ട്രോങ് ആയിട്ട്, യെസ് നമുക്ക് ഇതുണ്ട്, പക്ഷെ നമുക്കൊരു ഹോപ്പുണ്ട്. നാളെ ഈ ആൾക്കാർ സ്വർഗത്തിൽ നമ്മളോടുകൂടെ കാണും എന്നുള്ള ഒരു ഹോപ്പുള്ളതുകൊണ്ട്, പ്രത്യാശയോടെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസ് ആൻഡ് ദം? ഈവൻ സ്വന്തം ഭാര്യ മക്കളും മരിച്ചു കിടക്കുമ്പോൾ പോലും ആ ഡെഡിക്കേഷൻ, ആ ഒരു സെപ്പറേഷൻ നമ്മൾ കാണിക്കണമെന്നൊക്കെ പല ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്, കാണിക്കണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത്ര മാത്രം ഡെപ്താണ് നമ്മൾ മനസ്സിലായോ? അപ്പോൾ ഇതാണ് ത്രൂ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സെപ്പറേഷൻ നമ്മൾ നോക്കാമെങ്കിൽ, കോൺഫ്ലിക്റ്റ് അല്ല ക്ലാരിറ്റിയാണ് നമ്മൾ കാണിക്കാമെങ്കിൽ, മനസ്സിലായോ? നമ്മൾ ഹോളി ആൻഡ് കാമൺ